ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് ഈഡൻ TV നടത്തുന്ന ഈ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഭാഗം 10ാമത്തെ ഭാഗമാണ്. മുൻകാലങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ എന്നുള്ളതാണ്. അതിൽ മനപ്പാഠവാക്യം പറയുന്നത്, നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു, നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവിടെ നിന്ന് ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. സങ്കീർത്തനങ്ങൾ 78:3-4 ഇവിടെ നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത് ദൈവം തൻ്റെ ജനത്തോട് എപ്രകാരം വിശ്വസ്തനായിരുന്നു, അല്ലെങ്കിൽ ദൈവം തൻ്റെ ഉടമ്പടികളെ എപ്രകാരം പാലിച്ചു, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവം നമ്മുടെ പൂർവികന്മാരെ എങ്ങനെയൊക്കെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സങ്കീർത്തനങ്ങളിൽ ദൈവം തൻ്റെ ജനത്തോട് ചെയ്തതായ കാര്യങ്ങളെ വിവരിക്കുന്ന സങ്കീർത്തനങ്ങളെ രക്ഷാചരിത്ര സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ ചരിത്രപരമായ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ ചരിത്രപരമായ സങ്കീർത്തനങ്ങൾ പഠിക്കുന്നത് കൊണ്ട്, ചിന്തിക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ നയിച്ചു, ഓരോ കാലഘട്ടങ്ങളിലും, പിന്നെ അവരുടെ കഷ്ടതകളിൽ അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, അവർ ദൈവത്തോട് അകന്നു പോയപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരുന്നപ്പോൾ, അങ്ങനെയുള്ള അവസ്ഥകളിലും എല്ലാ അവസ്ഥകളിലും ദൈവം അവരോട് എപ്രകാരമാണ് പെരുമാറിയത്, പ്രവർത്തിച്ചത് എന്നുള്ളതാണ് പിന്നെ നാം ചരിത്രപരമായ സങ്കീർത്തനങ്ങളിൽ പഠിക്കുന്നത്. അത് നാം പഠിക്കേണ്ട കാര്യമെന്ന് ചോദിച്ചാൽ, നാം പുരാതന ഇസ്രായേലിൻ്റെ ഒരു ഭാഗമാണ്. അവരുടെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ന് ജീവിക്കുന്നതായ നമ്മുടെയും ചരിത്രമാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നാം ഇസ്രായേലിൻ്റെ ഭാഗമായി തീരുമ്പോൾ ആ ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെയും ചരിത്രമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും അല്ലെങ്കിൽ ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നാമും ആ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ചരിത്രത്തിൽ ദൈവം നമ്മോട് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരോട് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു പ്രചോദനമായി നിലകൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ചരിത്രമാണ് നാം പഠിക്കാൻ പോകുന്നത്. സങ്കീർത്തനങ്ങളിൽ പറയുന്നത് നമ്മുടെ പൂർവികന്മാരോട് ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്, ദൈവജനത്തിൻ്റെ ചരിത്ര പൈതൃകമാണ്. അപ്പോൾ പുരാതന ഇസ്രായേൽ എന്ന ദൈവജനത്തിൻ്റെ ചരിത്ര പൈതൃകമാണ് നിശ്ചയമായും നമ്മുടെ ആത്മീക വംശ പരമ്പരയുടെയും കണക്കിന് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ നിന്നും പഠിക്കുവാൻ കഴിയണം. വരും തലമുറയോട് ആ ചരിത്രം പറഞ്ഞു കൊടുക്കണം. എപ്രകാരമായിരുന്നു നമ്മുടെ പൂർവികന്മാരെ ദൈവം നടത്തിയത്. അനുസരണക്കേട് കാണിച്ച കാലഘട്ടത്തിലും, ദൈവത്തെ കോപിപ്പിച്ച സമയത്തും, ദൈവത്തോട് മത്സരിച്ച സമയത്തുമൊക്കെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം എങ്ങനെയായിരുന്നു നമ്മുടെ പൂർവികന്മാരോട് ഇടപെട്ടത് അല്ലെങ്കിൽ പെരുമാറിയത് എന്ന കാര്യം, എന്ന ചരിത്രത്തും നാമും പഠിക്കണം. കാരണം അത് നമ്മുടെ ഓരോരുത്തരും ചരിത്രമാണ്. ആ ചരിത്രം വരും തലമുറയോട് നാം പറഞ്ഞു കൊടുക്കുകയും വേണം. ഈ ഭാഗങ്ങളിൽ ഈ ആഴ്ച നാം ചിന്തിക്കുവാൻ പോകുന്നത്, ദൈവം എപ്രകാരമായിരുന്നു നമ്മുടെ പൂർവികരോട്, അല്ലെങ്കിൽ ചരിത്രത്തിൽ ദൈവം എപ്രകാരം നമ്മുടെ പൂർവികരോട് ഇടപെട്ടു എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി എല്ലാ ദൈവമക്കളെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഞായറാഴ്ച ഭാഗം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ തടഞ്ഞു നിർത്താൻ ആകാത്ത വിശ്വസ്തത. അപ്പോൾ സങ്കീർത്തനങ്ങൾ 78 ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ തടഞ്ഞു നിർത്താൻ ആകാത്ത വിശ്വസ്തത. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഒരു പ്രവൃത്തിക്കും ഒരു ശക്തിക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. അത് ചരിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് സങ്കീർത്തനങ്ങൾ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത്, ഇസ്രായേലിൻ്റെ പൂർവ്വകാലങ്ങളുടെ അവലോകനം ദൈവത്തിൻ്റെ വിശ്വസ്തയും എടുത്തു കാണിക്കുന്നത്. അപ്പം ഇസ്രായേലിൻ്റെ ചരിത്രം നാം പഠിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രം എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്, ദൈവത്തിന് ആ ജനത്തോടുണ്ടായിരുന്ന വിശ്വസ്തതയാണ് അതിൽ എടുത്തു പറയുവാനുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്രായേലിന് ചരിത്രം പറയുവാനില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ദൈവം അവരുടെ വിവിധ കാലഘട്ടങ്ങളിൽ ദൈവം അവരോട് കാണിച്ചതായ വിശ്വസ്തത, അവരോട് കാണിച്ചതായ സ്നേഹം, അവരോട് കാണിച്ചതായ കൃപ, ഇതൊക്കെയാണ് ഇസ്രായേൽ ചരിത്രത്തിൻ്റെ ഭൂരിഭാഗവും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് നമ്മൾ എന്തുകൊണ്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മളത് മനസ്സിലാക്കി വരുവാനുള്ള തലമുറയോട്, ജനിപ്പാനിരിക്കുന്ന മക്കളോടും നാം അത് പറയണം.
കാരണം ദൈവം ആ തലമുറയോട് വിശ്വസ്തത കാണിച്ചില്ലായിരുന്നു എങ്കിൽ, ദൈവം ആ തലമുറയോട് കൃപ കാണിച്ചില്ലായിരുന്നു എങ്കിൽ, ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നമുക്കിന്നൊരു ദുരന്തമായിട്ട് മാത്രമേ ചിന്തിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ദൈവത്തിന് അവരോട് കൃപ തോന്നിയത് കൊണ്ട്, ദൈവം അവരോട് വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായിരിക്കുന്നു എന്ന വസ്തുത നാം മറന്നു പോകരുത്. ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ, നമുക്കറിയാം, ഇസ്രായേൽ ദേശത്ത് നിന്ന് മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ വിളിച്ചു വേർതിരിച്ചു കനാൻ ദേശത്തിലേക്കുള്ള പ്രയാണം, പിന്നെ കനാനിലെ അധിനിവേശം, ദാവീദിൻ്റെ കാലത്തൊക്കെ ദൈവത്തിൻ്റെ ജനം ദൈവത്തോട് കാണിച്ചതായ അവിശ്വസ്തതയെ സങ്കീർത്തനങ്ങൾ 78 വ്യക്തമായി പറയുന്നു. ആ സങ്കീർത്തനങ്ങൾ 78 എന്ന് പറയുമ്പോൾ ദൈവജനം ദൈവത്തോട് കാണിച്ചതായ അനുസരണക്കേട്, നന്ദികേട്, ദൈവത്തെ കോപിപ്പിക്കുവാനുള്ള അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വ്യക്തമായി എടുത്തു പറയുന്നു. ദൈവത്തെ പരീക്ഷിച്ച കാര്യങ്ങളടക്കം അവർ പലപ്പോഴും മത്സരിച്ചിട്ട് ദൈവത്തെ അനുസരിക്കുവാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടെ സങ്കീർത്തനം 78 58 ഭാഗ്യം പറയുമ്പോൾ അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ കോപിപ്പിച്ചു, വിഗ്രഹങ്ങളെ കൊണ്ട് അവന് തീക്ഷ്ണത ജനിപ്പിച്ചു. ദൈവത്തിന് ഈ ജനത്തോടൊത്ത് വസിക്കുവാൻ കഴിയാത്ത വിധം ഈ ജനങ്ങൾ ദൈവത്തെ കോപിപ്പിച്ചു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, ദൈവത്തോട് അവർ എന്ത് ചെയ്തില്ല, അവർ മത്സരിച്ചു. സങ്കീർത്തനങ്ങൾ 78 അതാ പറയുന്നത്. നമ്മുടെ പൂർവികന്മാർ ചെയ്തതായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും ദൈവത്തിൻ്റെ വിശ്വസ്തതയെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. നമ്മുടെ പൂർവികന്മാർ പലപ്പോഴും, നമ്മുടെ ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ പൂർവിക ഇസ്രായേലരായ ജനങ്ങൾ പലപ്പോഴും ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു, ദൈവത്തെ കോപിപ്പിച്ചു, ദൈവത്തോട് മത്സരിച്ചു. പക്ഷെ എന്നിട്ടും ദൈവം അവരോട് വിശ്വസ്തത കാണിച്ചു. ദൈവം അവരോട് എന്ത് ചെയ്തു? സ്നേഹം കാണിച്ചു, അവരെ സ്നേഹിച്ചു, അവരോട് കൃപ ചെയ്തു എന്നുള്ള കാര്യം ആണ് സങ്കീർത്തനങ്ങളിൽ 78 എടുത്തു പറയുന്നത്. അത് ഇന്ന് ജീവിക്കുന്നത് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്, ഒരു പ്രത്യാശയാണ്. നാം ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ അല്ലെങ്കിൽ ദൈവത്തോട് നമ്മളെ അകൃത്യങ്ങളെ ക്ഷമിക്കുവാൻ വേണ്ടി യാചിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൽ നാം വിശ്വസിച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നാം ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. നാം ചിന്തിക്കേണ്ടത്, നാം മറ്റുള്ളവരെ വിധിക്കുവാൻ പോകുന്നതിന് മുൻപേ നമ്മിലുള്ളതായ പാപങ്ങളെ, ഞാൻ ദൈവത്തോട് എത്രമാത്രം മത്സരിക്കുന്നു, ഞാൻ ദൈവത്തോട് എത്രമാത്രം ലംഘനങ്ങൾ നടത്തുന്നു, ഞാൻ ദൈവത്തെ എത്രമാത്രം കോപിപ്പിക്കുന്നു എന്ന് നാം തന്നെ ഒരു വിശകലനം നടത്തേണ്ടിയിരിക്കുന്നു. ഒരു സ്വയം അവലോകനം ഓരോ വ്യക്തിയും നാം നടത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇഷ്ടങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുവാൻ നാം ദൈവത്തിൽ വിശ്വസ്തരായിരിക്കണം. ആ ദൈവത്തിൽ വിശ്വസ്തരായിരിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ല എങ്കിൽ നമ്മുടെ പൂർവികന്മാർക്ക് സംഭവിച്ചതുപോലെ ദൈവം അവരോട് കോപിച്ചതുപോലെ നമ്മോടും കോപിക്കും. അവർ ദൈവത്തെ കോപിച്ചു, അവർ ദൈവത്തെ കോപിപ്പിച്ചു, അവർ ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തോട് അനുസരണക്കേട് കാട്ടി. ദൈവം പക്ഷേ അവരോടുള്ള വിശ്വസ്തത ദൈവം തുടർന്നതുകൊണ്ട് ആ ജനത്തിൻ്റെ പിൻഗാമികളായി ഇന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി കഴിയുന്നു. അപ്പോൾ നമ്മുടെ ദൈവം എത്ര ദീർഘക്ഷമയുള്ള ദൈവമാണ്, എത്ര വിശ്വസ്തയുള്ള ദൈവമാണ് എന്ന് മനസ്സിലാക്കണം. സങ്കീർത്തനം 78 പറയുന്നത് നമ്മുടെ പൂർവികന്മാരുടേതായ ആ മത്സരവും ശാഠ്യവും അനുസരണക്കേടും ലംഘനങ്ങളുമൊക്കെയും ഉണ്ടായിട്ടും സ്നേഹിക്കുന്നൊരു ദൈവം നമുക്കുണ്ടായിരുന്നു, അവരോടൊപ്പം ഉണ്ടായിരുന്നു, ഇന്ന് നമ്മോടൊപ്പവും ഉണ്ട്. ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്, ആ ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കേണ്ടത്, ആ ദൈവത്തെയാണ് നാം കാണിക്കേണ്ടത്. അതായിരിക്കണം ഓരോ ദൈവ പൈതലിൻ്റെയും ലക്ഷ്യം എന്നാണ് ഞായറാഴ്ച ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചരിത്രത്തെയും ദൈവത്തിൻ്റെ സ്തുതിയെയും ഓർക്കുക എന്നുള്ളതാണ്. സങ്കീർത്തനം 105 അത് ആരംഭിക്കുന്നത് തന്നെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിക്കിൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിനാണ്. ഇവിടെ 105 സങ്കീർത്തനം എടുത്തു പറയുന്നത് ദൈവം തൻ്റെ ജനമായ ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടിയും ആ ഉടമ്പടി വാഗ്ദത്തം നേടുന്നതിന്
അല്ലെങ്കിൽ ആ ഉടമ്പടിയുടെ ഭാഗമായി മാറിയതായ നമ്മുടെ പൂർവികന്മാർ എപ്രകാരം ദൈവത്തിന് വേണ്ടി ആ ഉടമ്പടി നിറവേറ്റുന്നതിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ആ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി എപ്രകാരം കാത്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ തൊട്ടു മുമ്പിൽ സങ്കീർത്തനം 78 നമ്മുടെ പൂർവികന്മാരുടെ അവിശ്വസ്തതയും അനുസരണക്കേടും കാണിക്കുന്നുവെങ്കിൽ എടുത്തു പറയുന്നുവെങ്കിൽ സങ്കീർത്തനങ്ങൾ 105 പറയുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ എപ്രകാരമാണ് നമ്മുടെ പിതാക്കന്മാർ കേട്ടത്. ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി ഇസ്ഹാക്കിനും യാക്കൂബിനും അത് ഉറപ്പാക്കപ്പെട്ടു. എങ്ങനെ നൽകി? അത് പിന്നീട് എന്ത് ചെയ്തു? യോസഫ്, മോശ, അഹരോൻ എന്നിവരിലൂടെ ഇസ്രായേൽ മക്കൾക്കും എന്ത് ചെയ്തു? കൊടുത്തു. അവരിലൂടെ നമുക്കും സാധ്യമാക്കി. അപ്പോൾ എല്ലാ കാലങ്ങളിലും ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഭാഗമാണ് ദൈവത്തിൻ്റെ ജനങ്ങൾ. നാം എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണമെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ എല്ലാ കാലങ്ങളിലെയും ജനങ്ങൾക്ക് ബാധകമാണ്. അത് ആദ്യകാലം മുതൽ തന്നെ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? എല്ലാ കാലങ്ങളിലെയും ജനങ്ങൾക്കും അത് ബാധകമാണ്. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുവാനാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതിൽ ഒരുപാട് കാരണങ്ങൾ 105 സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്. ദൈവം അവരുടെ ഇടയിൽ ചെയ്ത അത്ഭുതങ്ങൾ, അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ഇസ്ഹാക്കിന് യാക്കൂബിന് എങ്ങനെ നിറവേറ്റപ്പെട്ടു, പിൽക്കാലത്ത് മോശയിലൂടെയും അഹ്റോനിലൂടെയും യോസഫിലൂടെയൊക്കെ ഇസ്രായേൽ മക്കൾക്ക് അത് എപ്രകാരം അതിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നതൊക്കെ സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ സദാകാലത്തും എല്ലാ കാലത്തെയും ജനങ്ങൾ സ്തുതിക്കണമെന്നാണ് ആമുഖമായി ഈ സങ്കീർത്തനം 105 പറയുന്നത്. അപ്പം ആ കാലത്ത് ആ ദേശത്ത് ഒരുപാട് പ്രയാസങ്ങൾ വന്നപ്പോഴും അവർ അവൻ ഇരുൾ അയച്ചു ദേശത്തെ ഇരുട്ടാക്കി, അവർ അവൻ്റെ വചനത്തോട് മറുത്തതുമില്ല. അപ്പോൾ ഇവിടെ മറ്റൊരു വശമാണ് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ മക്കൾ, നമ്മുടെ പൂർവീകന്മാർ അവർക്കുണ്ടായ പ്രയാസങ്ങളിൽ സഹിഷ്ണുതയോടുകൂടി ദൈവത്തെ അനുസരിച്ചു. അതവർക്ക് അനുഗ്രഹമായി മാറി. പ്രയാസഘട്ടങ്ങളിൽ അവർ സഹിഷ്ണുതയോടുകൂടി ദൈവത്തിന് കീഴ്പ്പെട്ട് നിന്നതുകൊണ്ട് അവർക്ക് ധന്യമായ പ്രതിഫലം ദൈവം നൽകി എന്നാണ് 105 സങ്കീർത്തനം വായിക്കുന്നത്. അതൊരു സംഗീതാത്മകതയുണ്ട്, ഒരു പാട്ടിൻ്റെ ഒരു ശീലമുണ്ട്. കാരണം ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി പറഞ്ഞു. എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? ദൈവം നമുക്ക് ചെയ്തതായ അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ കഷ്ടകാലത്ത് നമ്മുടെ പൂർവികന്മാർ ദൈവത്തെ മുറുകെ പിടിച്ചു. അവർ മത്സരിച്ചില്ല ചില സമയങ്ങളിലെങ്കിലും. ആ ഒരു അവസരമാണ് 105 പറയുന്നത്. അപ്പോൾ മത്സരിക്കാതെ ദൈവത്തിൻ്റെ ആ അത്ഭുതമായ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു അനുഭവത്തെയാണ് 105 സങ്കീർത്തനങ്ങൾ എടുത്തു പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പൂർവികന്മാരെ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാൻ നാം തയ്യാറാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതിനെ വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞു. അപ്പം അത് പറഞ്ഞത് നമ്മുടെ പൂർവികന്മാരും നാമും തമ്മിലുള്ള ബന്ധത്തെ എടുത്തു കാണിക്കുന്നു. നാം അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് വിളിക്കപ്പെടുന്നു. ദൈവത്താൽ, കർത്താവ് യേശുക്രിസ്തുവിനാൽ നാം ഇസ്രായേലായി മാറ്റപ്പെട്ടു. അപ്പോൾ ഇന്ന് നാമും നമ്മുടെ പൂർവികന്മാരുമായി ഒരു ബന്ധം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ നമ്മോട് പറയുന്നത് നമ്മുടെ ദൈവം സർവ്വലോകത്തിൻ്റെയും സർവ്വകാലത്തിൻ്റെയും അധിപനാണ്. ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. ഏത് വിശ്വാസ സമൂഹമായാലും, ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വാസിയായാലും ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ വ്യക്തി മാറിയിരിക്കുന്നത്. നമ്മുടെ പൂർവികന്മാരോട് ചെയ്ത അത്ഭുതങ്ങൾ, ആ കഷ്ടതയുടെ സമയത്ത് നമ്മുടെ പൂർവികന്മാർ എങ്ങനെയാണോ ആ ത്യാഗം സഹിച്ചത്, ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ആ ത്യാഗം സഹിച്ചത്, അവർക്ക് ആ ത്യാഗം സഹിച്ചത് കൊണ്ട് ദൈവം നൽകിയ ധന്യമായ പ്രതിഫലം എന്തായിരുന്നു എന്നും എടുത്തു പറയുന്നുണ്ട്. ആ 105 അവസാന ഭാഗത്ത് പറയുന്നത് എന്ത് ചെയ്തു? ദൈവം അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു, അവർ വംശങ്ങളുടെ അധ്വാന ഫലം കൈവശമാക്കുകയും ചെയ്തു എന്നാണ്. അപ്പം അതുകൊണ്ട് നാം യഹോവയെ സ്തുതിക്കണം. ദൈവത്തിൻ്റെ ആ ചരിത്രത്തെ നാം ഓർക്കുമ്പോൾ, ദൈവം ഇസ്രായേൽ മക്കളോട് ചെയ്തതായ ആ അത്ഭുത പ്രവൃത്തികൾ നാം ഓർക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്. കാരണം നമ്മുടെ ചരിത്രമാണത്, നമ്മുടെ പൂർവികന്മാരുടെ ദൈവം ചെയ്ത അത്ഭുതമാണത്. നാം ദൈവത്തെ സ്തുതിക്കണം. കഷ്ടതയുടെ നടുവിലായിരുന്നപ്പോഴും നമ്മുടെ പൂർവികന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. അത് നമുക്കൊരു പ്രചോദനമായിരിക്കണം, നമുക്കൊരു പാഠമായിരിക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ നമ്മുടെ ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തത്
എനിക്ക് ലഭിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി ആ കഷ്ടതയെയും ആ പ്രയാസത്തെയും തരണം ചെയ്യുവാൻ ഓരോ ദൈവമക്കൾക്കും കഴിയണം എന്നാണ് ഈ പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചൊവ്വാഴ്ച ഭാഗം പറഞ്ഞത് ചരിത്രം ഓർമ്മിക്കുന്നതും പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നതും 106 സങ്കീർത്തനമാണ്. ഇവിടെയും എടുത്തു പറയുന്നത് ഇത് ഈ സങ്കീർത്തനങ്ങൾ 106 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് കനാൻ ദേശത്തിലേക്കുള്ള പുറപ്പാട്, കനാനിലെ ജീവിതം, ഇതൊക്കെ തന്നെയാണ് എടുത്ത് പറയുന്നത്. അപ്പം അവർ ദൈവത്തോട് മത്സരിച്ച കാര്യങ്ങളും ദൈവം അവരെ വിടിവിച്ച കാര്യങ്ങൾ. അപ്പം ചരിത്രകാരന്മാർ പറയുന്നത്, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ 106 സങ്കീർത്തനം എഴുതിയത് ഒന്നുകിൽ അവർ ബാബിലോണിലായിരുന്നപ്പോഴോ അല്ലെങ്കിൽ കനാൻ ദേശത്തേക്ക് എത്തിയതിന് ശേഷമോ ആയിരിക്കാം എന്നൊരു നിഗമനത്തിലാണ് ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത്. എന്തായാലും 106 സങ്കീർത്തനം പറയുന്നത് യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നത് ഈ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി ഇങ്ങനെ പറയുമ്പോഴും വീണ്ടും നമ്മുടെ പൂർവികന്മാർ ചെയ്തതായ കാര്യങ്ങൾ എടുത്തു പറയുന്നു. അവർ ദൈവത്തോട് മത്സരിച്ച കാര്യങ്ങൾ, പല അവസരങ്ങളിലും അവർ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും മാറിപ്പോയതായ അവസരങ്ങൾ, അപ്പോൾ അതൊക്കെ എടുത്തു പറയുന്നുണ്ട്. ചെങ്കടൽ രണ്ടായി ഭാഗിച്ചതും അവർക്ക് ആഹാരം കൊടുത്തതൊക്കെ ഈ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് അവൻ അവർക്കായി തൻ്റെ നിയമത്തെ ഓർത്തു അവൻ്റെ മഹാദയപ്രകാരം അനുദപിച്ചു. പലപ്പോഴും അവൻ അവരെ വിടിവിച്ചെങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവരോട് മത്സരിച്ചു, തങ്ങളുടെ അകത്യ നിമിത്തം അധോഗതി പ്രാപിച്ചു. അപ്പോൾ നമ്മുടെ പൂർവികന്മാർ പലപ്പോഴും ദൈവം അവരെങ്ങനെ കൃപയിൽ കൊണ്ടുവരുമ്പോഴും അവരെന്ത് ചെയ്തു? ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തോട് പാപം ചെയ്തു. അവർ വീണു പോകുന്നു, അവർ കഷ്ടതയിലേക്ക് നടുവിൽ, അവർ ബന്ദികളാക്കപ്പെട്ടു. പക്ഷെ അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവൻ അവർക്കായി തൻ്റെ നിയമത്തെ ഓർത്തു, അവർ നിലവിളിച്ചു. ആ സമയത്ത് ഇവിടെയാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരുണാനിർമ്മം. ദൈവത്തോട് തെറ്റ് പാപം ചെയ്ത് അവർ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവർ കിടന്ന് നിലവിളിക്കുന്നു, നമ്മുടെ പൂർവികന്മാർ നിലവിളിക്കുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം അവരോട് ചെയ്തതായ, അവരുടെ പൂർവികന്മാരോട് ചെയ്തതായ ഉടമ്പടിയെ ദൈവം ഓർത്ത് അവരെ വിടിവിച്ചു. ദൈവം ഈ സങ്കീർത്തനം അതാണ് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപ എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ്. അവർ പാപത്തെക്കുറിച്ച് ദുഃഖിച്ചപ്പോൾ ദൈവം അവരെന്ത് ചെയ്തു? അവരെ വിടിവിച്ചു. പാപം ചെയ്തപ്പോൾ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ നിത്യമായ ഒരു ശിക്ഷ ദൈവം അവർക്ക് കൊടുത്തില്ല. അവർ അനുദപിച്ചപ്പോഴൊക്കെ ദൈവത്തിന് അവരോട് മനസ്സരി ഉണ്ടായി അവരെ വിടിവിച്ചു എന്ന് പറയുന്നത്. നാം പൂർവികന്മാരെ ചരിത്രം വെച്ച് ഇന്ന് ജീവിക്കുന്ന നമ്മുടെ കാര്യം ഓർക്കുമ്പോൾ നാം അവരെക്കാൾ ഒട്ടും ശ്രേഷ്ഠന്മാരല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം പലപ്പോഴും ദൈവത്തിൻ്റെ കൃപ ആവോളം അനുഭവിച്ചിട്ട്, ദൈവത്തിൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ചിട്ട് ദൈവത്തെ തള്ളിപ്പറയുകയും ദൈവത്തെ കോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യൻ്റേത്. നാം പാപികളായി തീരുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. നാം തന്നെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ, ചിന്തിച്ചാൽ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, നമുക്കറിയാൻ പറ്റും എത്രയോ അവസരങ്ങളിൽ നാം ദൈവത്തോട് മത്സരിച്ചു. നാം ദുഷ്ട വഴിയിൽ നമ്മുടെ പൂർവികന്മാർ സഞ്ചരിച്ചതുപോലെ നാമും സഞ്ചരിച്ചു. പക്ഷെ എന്നിട്ടും ദൈവം നമ്മെ എന്ത് ചെയ്തില്ല? തള്ളിക്കളഞ്ഞില്ല. ദൈവം നമ്മെ കൈവിട്ടില്ല. ചെറിയ ശിക്ഷകളിലൂടെ ദൈവം നമ്മെ കൃപയുടെ പദ്ധതിയിലേക്ക്, ആ രക്ഷാപദ്ധതിയിലേക്ക് ദൈവം തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത്. അത് കാണിക്കുന്നത് നമ്മുടെ പാപം എത്ര തന്നെ വലുത് എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ സ്നേഹം അതിനെയൊക്കെ മറികടക്കുന്നതാണ്. ആ പാപത്തേക്ക് ക്ഷമിക്കുവാൻ തക്ക സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. നമ്മുടെ പാപങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം ചെയ്തു പോയ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹാസ്നേഹം കൊണ്ട് നമ്മുടെ പാപങ്ങളെ ദൈവം കഴുകിക്കളയുന്നു. നമ്മുടെ പൂർവികന്മാരോട് ചെയ്തതുപോലെ ദൈവം തൻ്റെ ഉടമ്പടിയെ ഓർക്കും. നാം ദൈവത്തോട് നിലവിളിച്ചാൽ, നാം ദൈവത്തോട് നമ്മളെ പാപത്തെ അനുദപിച്ചുകൊണ്ട്, പാപത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അനുദപിച്ചാൽ ദൈവം തൻ്റെ ഉടമ്പടി, ദൈവത്തിൻ്റെ ഉടമ്പടി തീർച്ചയായും ദൈവം ഓർക്കും. അതാണ് നമ്മുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സങ്കീർത്തനക്കാരനും അത് തന്നെയാണ് പറയുന്നത്, ദൈവത്തെ സ്തുതിപ്പിൻ. അവസാനം പറയുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, ജനമെല്ലാം ആമേൻ എന്ന് പറയട്ടെ. അപ്പോൾ പറയുന്നത് ഈ കഷ്ടതയുടെ നടുവിലൂടെ നമ്മെ നയിച്ച ദൈവം, നാം അവിശ്വസ്തരായിരുന്ന അവസരങ്ങളിൽ പോലും നമ്മോട് വിശ്വസ്തത കാണിച്ച ദൈവം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മറന്നു പോകാതെ ആ കൃപയുടെ അടിസ്ഥാനത്തിൽ തന്നെ,
ആ രക്ഷാപദ്ധതിയുടെ ഭാഗമായി നമുക്ക് നിലകൊള്ളുവാൻ ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും ആവശ്യമാണ്. അത് തിരിച്ചറിയണം എന്നാണ് ഓരോ ദൈവമക്കളോടും ഈ പാഠഭാഗത്തിലൂടെ പറയുവാനുള്ളത്. ബുധനാഴ്ച പാഠം ദൈവത്തിൻ്റെ മുന്തിരിവള്ളിയുടെ ഉപമ. സങ്കീർത്തനങ്ങൾ 80 ഇവിടെ 80-ാം അധ്യായത്തിൽ പറയുന്നത് ഇസ്രായേൽ ജനത്തെ ഒരു മുന്തിരിത്തോട്ടമായി ഇവിടെ ചിത്രീകരിക്കുന്നു. ആ മുന്തിരിത്തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ദൈവം മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നൊരു മുന്തിരിവള്ളിയാണ്. ആ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളിയെ ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് ദൈവം അവിടെ നട്ടു. ദൈവം അതിന് തടമെടുത്തു. ദൈവം അതിനെന്ത് ചെയ്തു? പിന്നെന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും, വളരുവാനുള്ള എല്ലാ കാര്യങ്ങളും അതിനെ ചെയ്തു. പക്ഷെ ദൈവത്തിൻ്റെ കോപം വന്നപ്പോൾ ആ മുന്തിരിവള്ളിയെ നശിപ്പിച്ചു കളഞ്ഞു. എന്താണ് ദൈവത്തിൻ്റെ കോപം വരാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ നല്ല മുന്തിരിവള്ളിയാണ് ദൈവം നട്ടത്. പക്ഷെ എന്തായി മാറി? അത് കാട്ടുമുന്തിരിയായി മാറി എന്ന് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനങ്ങളിൽ പറയുന്നത് എന്താണ്? ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ഈ 80-ാം സങ്കീർത്തനം ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ അവർ ചെയ്തു പോയ തെറ്റുകളെ ഏറ്റു പറയുന്നത്. ദൈവത്തോട് ചോദിക്കണം, ദൈവമേ എത്രമാത്രം നീ ഇങ്ങനെ കോപിച്ചിരിക്കും? ഞങ്ങൾ കഷ്ടത കൊണ്ട് മൂടിയിരിക്കുന്നു, ഞങ്ങൾ കണ്ണുനീർ കൊണ്ടിങ്ങനെ വരഞ്ഞിരിക്കുന്നു, ഞങ്ങൾ കരഞ്ഞിനി കണ്ണുനീർ ഞങ്ങൾക്കില്ല. നീ എന്ത് ചെയ്തു? ആ മുന്തിരിവള്ളിയെ ചുട്ട് കളഞ്ഞു, നീ എന്നെ നശിപ്പിച്ചു. കാട്ടുപന്നി അതിനെ മാന്തി, നീ എന്നെ നശിപ്പിച്ചു. എത്ര നാൾ ഇങ്ങനെ ആയിപ്പോകും? അങ്ങനെ ഇനിയും നീണ്ടുപോയാൽ ദൈവമേ ഞങ്ങൾ നശിച്ചു പോകും. ഇനിയും അങ്ങയുടെ ഉഗ്രകോപം നീണ്ടുപോയാൽ ഞങ്ങൾ എന്തു ചെയ്യും? നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്നൊരു പ്രാർത്ഥനയാണ് ഈ 80-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അങ്ങയുടെ കൃപ, ദൈവത്തിൻ്റെ കൃപ, എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്ന വലിയ സ്നേഹം, അത് ഞങ്ങൾക്ക് വേണം. ഞങ്ങളെ വീണ്ടെടുക്കുവാൻ, വീണ സ്ഥലത്തു നിന്നും നശീകരണത്തിൻ്റെ പാതയിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞത്, ദൈവമേ അങ്ങയുടെ മുഖം എന്ത് ചെയ്തു? മുഖപ്രകാശം ഞങ്ങളിൽ നിന്നും മാറ്റണമേ എന്നാണ് പറയുന്നത്. കോപത്തെ മാറ്റണമേ, ഞങ്ങൾക്ക് തിരികെ വരണം, ഞങ്ങൾക്ക് അങ്ങയുടെ മക്കളായി രക്ഷ പ്രാപിക്കണം, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ എന്നാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ ഉഗ്രകോപത്തിൻ്റെ മുഖം ഞങ്ങളിൽ നിന്ന് മാറ്റി, അങ്ങയുടെ കോപത്തിൻ്റെ ആ മുഖം ഞങ്ങളിൽ നിന്ന് മാറ്റി, അങ്ങയുടെ മുഖപ്രകാശം, ആ ഒരു സ്നേഹത്തിൻ്റെ, ആ ഒരു സൗമ്യതയുടെ, ദീർഘക്ഷമയുടെ ഒരു മുഖം ഞങ്ങളുടെ മേൽ തിരിക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പം വിട്ടരഞ്ഞു പോയ, ദൈവത്തിൽ നിന്നും അകന്നു പോയതായ ദൈവത്തിൻ്റെ ജനത്തെ തിരികെ കൊണ്ടുവരുവാൻ അനുതാപത്തിലൂടെ ഉള്ള സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം 80 എന്ന് പറയുന്നത്. അവസാനം പറഞ്ഞത്, ഞാൻ യഹോവ എന്ന് അവർ അറിവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും, അവരെനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും, അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിഞ്ഞു വരും. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആ കോപത്തിൻ്റെ മുഖമെല്ലാം മാറ്റി സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു മുഖമാണ് നാം ഈ ദൈവത്തിൽ കാണുന്നത്. സ്വന്തമായി നട്ടുണ്ടാക്കിയ മുന്തിരിവള്ളിയെ നശിപ്പിച്ചു എങ്കിലും അതിനെ വീണ്ടും പടുത്തുയർത്തുവാൻ ദൈവം പറയുന്നു, അവരെനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. നാം നല്ല മുന്തിരിവള്ളികളായിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ദൈവം മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ആ നല്ല മുന്തിരി സ്വന്തമായി തടമെടുത്തു, സ്വന്തമായി അധ്വാനിച്ചു, സ്വന്തമായി നട്ടു വളർത്തി. പക്ഷേ അത് കാട്ടുമുന്തിരിയായി, പ്രതീക്ഷയ്ക്കൊത്ത് ഫലം കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അത് കാട്ടുമുന്തിരിയായതുകൊണ്ട് ദൈവം അതിനെ നശിപ്പിച്ചു കളഞ്ഞു. നാം പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് അപേക്ഷിച്ചാൽ, മാനസാന്തരപ്പെട്ടാൽ ദൈവം തൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കും. ക്രോധത്തിൻ്റെ മുഖം നമ്മളിൽ നിന്ന് മാറ്റും. കോപത്തിൻ്റെതായ ഭർസനം നമ്മളിൽ നിന്ന് മാറ്റി തൻ്റെ സ്നേഹത്തെ, ദൈവം നമ്മോട് ചെയ്ത ഉടമ്പടിയെ ദൈവം ഓർക്കും. അതാണ് അവസാനത്തിൽ പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ട തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഇസ്രായേൽ മക്കൾക്ക് ബോധ്യമുണ്ട്,
ഇസ്രായേൽ മക്കൾ രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ മുഖം പ്രകാശിപ്പിക്കണം. നാം മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കണമെങ്കിൽ, ധൈര്യമായി മുന്നോട്ട് പോകണമെങ്കിൽ, നാം സന്തോഷമായി ജീവിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കണം. അതിനുവേണ്ടി നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴെ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ടുവരണം എന്നാണ് ഈ ബുധനാഴ്ച ഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഭാഗം പറയുന്നത് ദൈവത്തിൻ്റെ സർവാധിപത്യം ചരിത്രത്തിൽ സങ്കീർത്തനം 135 വായിക്കുമ്പോൾ യഹോവയെ സ്തുതിപ്പൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പൻ, യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത് ചോദിച്ചാൽ എന്താണ് പറയുന്നത്? ദൈവജനത്തെ ആഹ്വാനത്തെ സൃഷ്ടിപ്പിലെ ദൈവത്തിൻ്റെ നന്മയ്ക്കും വിശ്വസതയ്ക്കും പുറപ്പാട് കാലത്തെ രക്ഷാ ചരിത്രത്തിനും വാഗ്ദത്ത നാട് കൈവശപ്പെടുത്തിയതിനും സങ്കീർത്തനം ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവം ചെയ്തതായ നന്മകളെ ഓർത്ത് അവരെ മിസ്രൈം ദേശത്ത് നിന്ന് വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവന്നു, കനാൻ ദേശത്തിലേക്ക് നടത്തി അവർ കൈവശമാക്കി കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ദൈവം അവരെ ഒരു പ്രത്യേക എന്തായിട്ട് എന്ത് ചെയ്തു? പിന്നെ സമ്പത്തായി ദൈവം ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തു, നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സങ്കീർത്തനങ്ങൾ എടുത്തു പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ശ്രേഷ്ഠൻ എന്ന് ഞാൻ അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ള ഒന്നും കർത്താവായ ദൈവത്തിൻ്റെ അത്രയും ഇല്ല, ശക്തിയില്ല. അവരിലൊക്കെയും എത്രയോ ശ്രേഷ്ഠമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം ദൈവത്തെ സ്തുതിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. നാം ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്തായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ഇന്നോ ഇന്നലെയോ ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തപ്പോഴോ അല്ല, മറിച്ച് സൃഷ്ടിപ്പിൻ്റെ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്തായിട്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ ജോലി എന്താണ്? ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുക എന്നുള്ളതാണ്. ഓരോ മക്കളുടെയും ജോലി ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുക. കാരണം സൃഷ്ടിപ്പ് മുതലേ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്, ആ ലക്ഷ്യം, ദൈവത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളതാണ്. ഇവിടെ ദൈവം രണ്ടാമത് പറഞ്ഞത് ദൈവജനത്തിനാണ് തൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കുക എന്നത് ദൈവം തൻ്റെ ജനത്തെ ന്യായം വിധിക്കുകയും അവരുടെ മനസ്സലിവ് കാണിക്കുകയും ചെയ്യുമെന്ന വാഗ്ദത്തമാണ്. ദൈവം തൻ്റെ പ്രവൃത്തികളെ ഓർക്കുക എന്ന് പറയുന്നത് സങ്കീർത്തനക്കാരൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ജനത്തോട് മനസ്സലിവ് കാണിക്കുക, അവരെ ന്യായം വിധിക്കുക, അവരെന്ത് ചെയ്യുക? എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നതാണ്. ദൈവത്തോട് വിശ്വസ്തരായിരുന്നു കൊണ്ട് ദൈവിക ബന്ധത്തിൽ എപ്പോഴും നമ്മൾ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിഗ്രഹാരാധനയുടെ പൊള്ളത്തരത്തെയും സർവശക്തൻ്റെ ശക്തിയുമൊക്കെ ഈ 135 സങ്കീർത്തനം എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണമെന്നാണ് പറയുന്നത്. ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയും ആകുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ സർവശക്തനായ ദൈവം ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഒക്കെയും ഉണ്ടാക്കിയ ദൈവമാണ്. ആ ദൈവത്തെയാണ് സമാന്തരമില്ലാത്ത, തുല്യതയില്ലാത്ത ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അത് സൃഷ്ടിപ്പിലായാലും ലോക ചരിത്രത്തിലായാലും ദൈവത്തിന് തുല്യനായവൻ, ദൈവത്തിന് സദസ്യനായ വ്യക്തി ആരും തന്നെയില്ല, ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ലോകത്തെ ചരിത്രത്തിലുടനീളം നോക്കിയാൽ സർവാധിപതി എന്ന് പറയുന്നത് നാം ആരാധിക്കുന്ന ദൈവം മാത്രമാണ്. ലോകത്ത് മറ്റൊരു ശക്തിക്കും അതിനോട് കിടപിടിക്കാൻ കഴിയുകയില്ല. ഈ ലോകത്തെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നമ്മുടെ ദൈവമാണ്. എല്ലാത്തിൻ്റെയും സർവാധിപതി എന്ന് പറയുന്നത് നമ്മുടെ ദൈവം തന്നെയാണ്. ആ ദൈവത്തെ സ്തുതിക്കുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. സങ്കീർത്തനങ്ങളിൽ പറയുന്നത് നിങ്ങൾ ആ ദൈവത്തെ സ്തുതിക്കണം. നാം ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമായി മാറുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നാം ഓർക്കണം. ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞതായ വാക്കുകളെ ദൈവം എപ്പോഴും ഓർക്കുന്നു. പക്ഷെ നമ്മൾ ഓരോരുത്തരും നാം ദൈവത്തോട് ചെയ്യേണ്ടതായ, അല്ലെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചതായ ദൗത്യം നാം ചെയ്യുന്നുണ്ടോ? നാം ചരിത്രത്തിൽ നോക്കിയപ്പോൾ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരുന്നു. ദൈവം ചെയ്ത ഉടമ്പടിയിൽ ദൈവം വിശ്വസ്തനായിരുന്നു. അനേക അവസരങ്ങളിൽ ദൈവത്തിൻ്റെ ജനം ആ ഉടമ്പടിയിൽ തെറ്റിപ്പോയിട്ടും, നമ്മുടെ പൂർവികർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടും, ദൈവത്തെ കോപിപ്പിച്ചിട്ടും ദൈവം തൻ്റെ ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
അങ്ങനെയാണ് എങ്കിൽ ദൈവം പറയുന്നത് അവരെനിക്ക് ജനവും നാം അവർക്ക് ദൈവവുമായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഏറ്റുപറയാൻ കഴിയുന്നത് നാം ദൈവത്തിൻ്റെ ജനവും ദൈവം നമ്മുടെ ദൈവവും എന്ന് ഏറ്റുപറയുന്ന തരത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതുവരെ ശ്രവിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സർവ്വവിധ മാനവും മഹത്വവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളെ അളവുകൂടാ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ സമയത്തിനെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ദാനമായി നൽകിക്കൊണ്ടിരിക്കുന്ന കൃപയെ ഓർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അല്പമായി ചിന്തിക്കുവാൻ തന്ന വലിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഇതിൻ്റെ കേൾവിക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടവരും കർത്താവെ ശ്രവിച്ചവരും ദൈവമേ ഇത് അനുസരിച്ച് ജീവിപ്പാനും ഇത് എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഒരു അനുഗ്രഹപ്രദമായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരവരുടെ ശക്തിയും കർത്താവെ വിശ്വാസവും കൂടുതൽ ശക്തി പ്രാപിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ദൈവം ചെറുപ്പക്കാരായ ഈ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരവിടെ അനുഗ്രഹിക്കണമേ. കർത്താവ് അവർക്ക് നൽകിയ താലന്തുകൾ അവർ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണത്തിനായി ഉപയോഗിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഇതിന് അവർക്ക് സഹായം ചെയ്യുന്നതായ അനേക കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ കുടുംബങ്ങളിലൊക്കെയും അവിടുന്ന് 10 കർത്താവ് 30, 60, 100 മേനിയായി ദൈവം അവരെ സമ്പൽ സമർത്ഥമായി വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു. സർവ്വവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. ഇതിൻ്റെ മാനവും മൊത്തവും കർത്താവ് കൈക്കൊള്ളണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.